നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ. നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. ലൂക്കോസ് 24:47. യേശുവിന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാനസാന്തരം, പാപമോചനം ഇതെല്ലാം പ്രസംഗിക്കപ്പെടും. അങ്ങനെ ആരോ നമ്മളോട് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ അറിയാനിടയായത്. നമ്മളല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഒക്കെ കർത്താവിനെ അറിയാനിടയായത് ആരോ അവരോട് പറഞ്ഞതുകൊണ്ടാണ്. ഇനി അത് നമ്മുടെ തലമുറകളിലേക്ക് എത്തണം, അത് കേട്ടിട്ടില്ലാത്തവരിലേക്ക് എത്തണം. എത്തിക്കാനുള്ള ചുമതല നമുക്കുള്ളതാണ്. നമുക്കത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ ദൈവം നമ്മെ അധികമായിട്ട് അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങളോട് ആരോ പറഞ്ഞു, അതിനായിട്ട് സ്തോത്രം. അതിനായിട്ട് ചിലരെ അയച്ചതിനായിട്ട് നന്ദി അപ്പാ. ഇനി ഞങ്ങൾ അത് ചെയ്യാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.